എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഓടൻ അവനാണെങ്കിൽ വേൾഡ് മാപ്പൊക്കെ നോക്കി അങ്ങനെ സ്വപ്നം കാണുകയാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലൂഫിയെ പോലെ തന്നെ ഈ ലോകം മുഴുവൻ ചുറ്റി കാണുക എന്നതാണ്. കാണാത്ത കാഴ്ചകൾ കാണുക, കഴിക്കാത്ത ഭക്ഷണം കഴിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ എന്നെന്നും ഹാപ്പി ആയിട്ട് ചുറ്റി നടക്കുക. അതാണ് അവന്റെ ആഗ്രഹം. കട്ട് ചെയ്താ ഇവിടെ കൊറിയ ഐലാൻഡ് കാണിക്കും. അവിടേക്ക് വൈറ്റ് ബീഡിന്റെ കപ്പൽ എത്തിക്കഴിഞ്ഞു. ബീഡിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇങ്ങനെ ഒരു ഐലാൻഡ് അത് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല വാട്ടർഫോൾസ് പോലും മുകളിലേക്ക് കയറി പോവാണ്. ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഇപ്പൊ ഐലാൻഡിലേക്ക് ഇറങ്ങും. അവരെ കാണേണ്ട താമസം ഒരാള് അവനങ്ങനെ ഓടി വന്ന് അഞ്ചറോയോടും ഓടനോടും ഇത്തരത്തിൽ ഒരു പൈററ്റ് കപ്പല് അത് കൊറിയയുടെ കടൽ തീരത്തെത്തിയ കാര്യം പറയാണ്. അത് കേട്ട് അഞ്ചറോ ഷോക്കാവും. പക്ഷെ ഓടനാണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹൂ, ഞാനിതാ എത്തിപ്പോയെന്നൊക്കെ പറഞ്ഞ് ചാടി ഓടി ആ പോർട്ടിലേക്ക് വരികയാണ്. വൈറ്റ് ബിയർഡും അവന്റെ ആൾക്കാരെല്ലാവരും ചേർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ആ ഒരു ഐലാൻഡിലേക്ക് പതിയെ കടന്നു വരും. അഞ്ചറോയും കിന്നുവാണെങ്കിൽ ഓടനെ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ അവന്റെ പിന്നാലെ ഓടി വരികയാണ്. ഓടനാണെങ്കിൽ കടൽക്കരയിലേക്ക് എത്തേണ്ട താമസം ഇവിടെ വൈറ്റ് ബിയർഡ് ആള് സ്ക്വാഡ് എടുത്ത് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഓടനാണെങ്കിൽ ആ കപ്പലിലേക്ക് ഒന്ന് നോക്കും. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലവും കാത്തിരുന്നതെന്ന് പറഞ്ഞ് അവനും സ്ക്വാഡ് എടുത്ത് രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ടീം ഓടി വരുന്നത് കണ്ട ഓടനാണെങ്കിൽ അവരോട് മാറി നിൽക്കാനായിട്ട് പറയും. ബീഡിനാണെങ്കിൽ ആളുടെ കൺട്രോൾ പോവും. ആളാണെങ്കിൽ ആളുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉപയോഗിച്ച് ഓടനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഓടൻ വിളിച്ചു പറയും, ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലൊരു വലിയ കപ്പലിൽ എനിക്ക് സെയിൽ ചെയ്യണമെന്ന്. സോ തീർച്ചയായിട്ടും ഞാനിതിൽ സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവനും അവനെ കൊണ്ട് പറ്റും പോലെ വൈറ്റ് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഓടൻ ആദ്യമായിട്ടാണ് ഫ്രൂട്ടിന്റെ പവറുള്ള ഒരാളുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറിന്റെ അത്രയും പവർ അത് ഓടനെ പ്രൊഡ്യൂസ് ചെയ്യാനോ ആളുമായിട്ട് പിടിച്ചു നിൽക്കാനോ അവനെ കൊണ്ട് സാധിക്കില്ല. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഓടനെ അട്ടിച്ച് താഴെയിടും. എനിക്ക് നിന്നെ തീരെ ഇഷ്ടമായിട്ടില്ല, ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. അത് കേട്ട് കിന്ന് മുൻപോട്ടേക്ക് ചാടിയെത്തും. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ കിങ്ങിനെ ഇത്തരത്തിൽ ചെയ്യും. ഇത് ഞങ്ങളുടെ ഐലാൻഡാണ്, നിങ്ങൾ വെറും പൈററ്റ്സ് ആണ്, നിങ്ങൾ വേണം കടന്നു പോകാനെന്ന് പറഞ്ഞ് അവർ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് യുദ്ധത്തിന് തയ്യാറാവുകയാണ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി ഓടനെ തന്നെ നോക്കും. പക്ഷെ ഓടനാണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് വൈറ്റ് ബിയർഡിനോട് പറയും, ഓക്കെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിങ്ങളെ നന്നായിട്ട് ഇഷ്ടമായി, നമുക്ക് ഒന്നിച്ച് സെയിൽ ചെയ്ത് കടലിലൂടെ പോവാം, എനിക്കും ഇതുപോലെ കടലിലൂടെ സെയിൽ ചെയ്ത് പോവാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. ഓടനാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ബിയർഡിന്റെ കാലിൽ വീണ് കെഞ്ചാണ്, ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിച്ച് പോകരുത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ിലൂടെ സെയിൽ ചെയ്ത് പോവുക എന്നത്. ഇപ്പോഴാണ് അതിന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ ആഗ്രഹം അത് എന്നേക്കുമായിട്ട് ഇല്ലാതാവും. മാത്രമല്ല കൂട്ടിലടച്ച ഇതുപോലെ ഞാൻ ഇനിയും ഇവിടെ ജീവിതം അത് ജീവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സിനാണെങ്കിൽ അത് കണ്ട് ദേഷ്യം കൂടും. അൺബിലീവബിൾ, ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് ഇപ്രകാരം ഞങ്ങളുടെ കാൽ വീണ് മാപ്പ് ചോദിക്കാൻ നിനക്ക് നാണമില്ലേ? ഞങ്ങൾ ഒരിക്കലും നിന്നെ ഞങ്ങളോടൊപ്പം കൊണ്ടുപോവില്ല. അതേസമയം കിന്നാൻ ടീമിനാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് അപമാനം തോന്നും. കാരണം അദ്ദേഹം അവരുടെ കിങ് ആണ്. സോ ഇന്നത്തെ പോലൊരാൾ പൈററ്റ് ടീമിന്റെ മുൻപിൽ അങ്ങനെ താന്നു വണങ്ങി നിൽക്കുന്നത് കാണാൻ അവരെ കൊണ്ടാവില്ല. അവരും ഇപ്പോൾ ഓടനോട് ദേഷ്യപ്പെടുകയാണ്. വൈറ്റ് ബിയർഡിനാണെങ്കിൽ ഓടന്റെ അവസ്ഥ കാണുമ്പോൾ കുറച്ച് പാവമൊക്കെ തോന്നും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അവൻ അങ്ങനെ താങ്ങി എഴുന്നേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കപ്പല് തകർന്നിരിക്കുകയാണ്, ഇപ്പം ഞങ്ങളെ കൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല. ഓടനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, യാതൊരു കുഴപ്പമില്ല, കപ്പല് അത് ഞങ്ങൾ പഴയതിലും അടിപൊളിയായിട്ട് റിപ്പയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് കപ്പൽ റിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിക്കും. അതിനിടയിൽ അവർ പരസ്പരം സംസാരിച്ച് ഇവിടെ പിണക്കങ്ങളും വഴക്കുകളും അതെല്ലാം മാറ്റിവെച്ച് ഒന്നാവുകയാണ്. ഓടനാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ അതൊക്കെ അടിച്ച് അതിന്റെ രുചിയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ബിയർഡ് ഓടനോട് പറയും, നിനക്ക് കടലിലൂടെ സെയിൽ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴി നീ കണ്ടെത്തണം. ഒരു കപ്പലെടുത്ത് നീ തന്നെ ഒറ്റയ്ക്ക് ലേക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യണം. എനിക്കൊരിക്കലും നിന്നെ എന്നോടൊപ്പം കൂട്ടാനായിട്ട് കഴിയില്ല, കാരണം നീ ഒരു നാടിനെ തന്നെ ഭരിക്കുന്ന രാജാവാണ്. കപ്പലിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ടീമുകൾ സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മുൻപ് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് നീ മനസ്സിലാക്കണം. ഓടനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കത് കഴിയുമായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ അതിന് ശ്രമിച്ചേനെ. കപ്പലുണ്ടാക്കി അതിൽ കറക്റ്റായിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാനുള്ള സ്കില്ല് അതെനിക്കില്ല. എന്നോടൊപ്പം ഉള്ള ആർക്കും തന്നെ കപ്പലിനെ ഗൈഡ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ അടക്കി വെച്ചത്. പക്ഷെ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അതൊന്നും കേട്ട് അവനെ
വൈറ്റ് ബിയർഡിനൊപ്പം ചേരാനായിട്ട് അനുവദിക്കില്ല. അങ്ങനെ രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അവനാണെങ്കിൽ 18ാമത്തെ അടവെടുത്ത് ആ കപ്പലിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ ഈ കപ്പൽ വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ കരയാണ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഓടനെ പിടിച്ചു വലിക്കും. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ ഓടനെ അവന്റെ റൂമിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് ഇടുകയാണ്. ഓടനാണെങ്കിൽ വലിയ ശബ്ദം ഉണ്ടാക്കി ആ ഡോറിനങ്ങനെ അറഞ്ചം പുറഞ്ചം ഇടിക്കും. ഇവിടെ വൈറ്റ് ബിയർഡും ടീമും അവരങ്ങനെ ഹായ് ആയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മാർക്കോയും ക്യാറ്റും ഡോഗും അവർ 3 പേരും കാര്യമായിട്ട് സംസാരിക്കുകയാണ്. മാർക്കോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് അവരങ്ങനെ ഷോക്കാവും. അതേസമയം അവനാണെങ്കിൽ ഡോറിന്റെ ഓടാമ്പലൊക്കെ ഇളക്കി ഇപ്പോൾ വീണ്ടും വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ വൈറ്റ് ബിയർഡിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ തീർച്ചയായും അവനോടൊപ്പം വരും, ഇനിയും എനിക്കിവിടെ തുടരാനായിട്ട് കഴിയില്ല. ബിയർഡ് ആണെങ്കിൽ ഓടനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അങ്ങനെ നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷം കപ്പലിന്റെ വർക്കൊക്കെ പൂർത്തിയാക്കി ഫുഡ് ഐറ്റംസ് അതെല്ലാം തന്നെ കപ്പലിൽ ഫില്ല് ചെയ്ത് ഇപ്പോൾ അവരുടെ യാത്ര അത് വീണ്ടും തുടങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ഓടൻ അവൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നൈസായി കയറി പറ്റാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിൽ സാക്ഷാൽ ഇഷോ. അവളാണെങ്കിൽ ഇപ്പോൾ ഓടനെ ചോദ്യം ചെയ്യും. അതിന് ഓടൻ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ഈ ഒരു ഐലാൻഡിന്റെ കിങ് ആണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, എന്നോട് ആ കാര്യങ്ങളൊന്നും നീ ചോദിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഓടൻ അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് എത്രയും വേഗം തിരികെ വരാമെന്ന് പറഞ്ഞ് ഓടനാണെങ്കിൽ നൈസായി ആ കപ്പലിനെ ലക്ഷ്യമാക്കി പോവും. അതേസമയം ഇവിടെ വൈറ്റ് ബിയർഡ് ആൾക്കും ഓടന്റെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ആളുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ബിയർഡിനോട് ചോദിക്കും, സത്യത്തിൽ മാസ്റ്ററിനും ഓടനെ നമ്മളോടൊപ്പം കൂട്ടണമെന്ന് ആഗ്രഹമില്ലേ? ഒരു വൈറ്റ് ബിയർഡ് പറയും, ഉണ്ട്, പക്ഷേ അവൻ ഈ ഗ്രാമത്തിന്റെ കിങ് ആണ്, നമ്മൾ അവനെ കൂട്ടിക്കൊണ്ടുപോയ ഈ ഗ്രാമത്തിന് നാഥനില്ലാതായി മാറും, അവൻ ഇവിടെ ആവശ്യമാണ്. ഓൾറെഡി അവനും അവന്റെ ആൾക്കാരും ചേർന്ന് നമ്മൾ ഒരുപാട് സഹായിച്ചു, സോ നമുക്ക് വേറെ വഴിയില്ല, ഇപ്പോൾ നമുക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് പോകും. പക്ഷെ അടുത്ത നിമിഷം ഓടൻ അവൻ അവിടേക്ക് പാഞ്ഞെത്തി കയ്യിലുണ്ടായിരുന്ന ഒരു ചെയിൻ അത് വൈറ്റ് ബിയർഡിന്റെ കപ്പലിലേക്ക് വലിച്ചെറിഞ്ഞ് ലോക്ക് ചെയ്യുകയാണ്. ഓടനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഒരു ചെയിനിൽ പിടിച്ച് വലിച്ച് കപ്പലിലേക്ക് ചാടി വരികയാണ്. അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ഇഷോയും അവനെ ക്യാച്ച് ചെയ്ത് അവന്റെ ദേഹത്ത് അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇഷോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓടൻ നീ എന്താ ഈ ചെയ്യണേ? അടുത്ത ഷോഗൺ നീയാണ്, ഒരു കാരണവശാലും പോകാനായിട്ട് പാടില്ല, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിട്ടയക്കില്ല. വൈറ്റ് ബിയർഡിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഇവിടെ മാർക്കോ ആണെങ്കിൽ ഓടനോട് വിളിച്ചു പറയും, നിന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാണ്, സോ നിന്റെ ആഗ്രഹം അത് പിന്നീട് സഫലമാക്കാമെന്ന് പറഞ്ഞ് അവൻ ആ ചെയിൻ അഴിക്കാനായിട്ട് തുടങ്ങും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ മാർക്കോയെ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഇഷോയെ വലിച്ച് ആ കപ്പലിലേക്ക് കയറ്റുകയാണ്. കപ്പൽ അങ്ങനെ ഫോൾസിലൂടെ താഴേക്ക് പതിക്കും. ഓടനാണെങ്കിൽ അതിലൂടെ തെറിച്ചു പോവും. അതേസമയം ഇവിടെ കിന്നും ടീമും ഓടനെ അവനവിടെ കാണാനില്ല എന്നറിഞ്ഞ് ഗ്രാമത്തിന്റെ മുക്കും മൂലയും തിരിച്ചു പെറുക്കുകയാണ്. ഇവിടെ ഓടനാണെങ്കിൽ ആ ചെയിനിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ ബോഡി അത് കല്ലിലും കട്ടയിലും ഒക്കെ ആഞ്ഞെട്ടിക്കും. ഇപ്പോൾ വൈറ്റ് ബിയർഡിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഉടനെ അവനെ രക്ഷിക്കണം. അതിന് വൈറ്റ് ബിയർഡ് പറയും, എനിക്കവനെ എന്നോടൊപ്പം കൊണ്ടുപോകാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു പരീക്ഷണം ഞാൻ കൊടുക്കുന്നത്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഓടനോട് വിളിച്ചു പറയും, ഒരു 3 ദിവസം നീ ഇങ്ങനെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകും. ഓടനാണെങ്കിൽ അതിനോക്കെ പറഞ്ഞ് ആ ചെയിനിൽ അങ്ങനെ മുറുകെ പിടിക്കുകയാണ്. 3 ദിവസങ്ങൾ ഓടൻ മഴയോടും വെയിലിനോടും കടലിലുള്ള വലിയ പാറകളോടും ഫിഷുകളോടും ഒക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് വരികയാണ്. 3ാമത്തെ ദിവസം അവരെല്ലാവരും ഓടനെ ചെക്ക് ചെയ്യും. അവൻ ഇപ്പോഴും ആ ചെയിനിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷേ അവന്റെ ബോഡി മുഴുവൻ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ഉപ്പുവെള്ളത്തിൽ കുതിർന്ന് അവനങ്ങനെ ചീർത്ത് വീർത്തിരിക്കുകയാണ്. മാർക്കോ ആണെങ്കിൽ വിളിച്ചു പറയും, ഓടൻ ഒരേ 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്, ആ 1 മണിക്കൂർ കൂടെ നീ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഞങ്ങളോടൊപ്പം വരാനായിട്ട് കഴിയും. ഇഷോയ്ക്കാണെങ്കിൽ ഈ കാഴ്ചകളൊന്നും കണ്ട് സഹിക്കില്ല. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് വൈറ്റ് ബിയർഡിനെ നോക്കുകയാണ്. ഇവിടെ ഓടന്റെ കൈ അത് പതിയെ പതിയെ ആ ഒരു ചെയിനിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തുടങ്ങും. ചുറ്റുമുള്ളവരെല്ലാവരും അവന്റെ പേര് വിളിച്ച് അവനെ ചീർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അവന്റെ കയ്യിൽ നിന്ന് ആ ചെയിൻ വിട്ടുപോവാണ്. അപ്പോഴായിരിക്കും മറ്റൊരു ഐലാൻഡിൽ ഒരു പെൺകുട്ടിയെ ചില ബാഡായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അവന് മനസ്സിലാവുക. അവളുടെ ശബ്ദം അതിപ്പോൾ ഓടൻ കേൾക്കുകയാണ്. ടീച്ചറിൽ ഇവളാണ് നമ്മുടെ ഓടന്റെ വൈഫ്. സോ അവളാണെങ്കിൽ ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് തലനാരഴക്കി രക്ഷപ്പെട്ട് ഓടും. ആ ശബ്ദം കേട്ട ഓടൻ ഇപ്പൊ ആ ഭാഗത്തേക്ക് സർവ്വശക്തി എടുത്ത് അങ്ങനെ നീന്തി വരികയാണ്. അവളാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അടുത്ത നിമിഷം ഓടൻ അവിടേക്ക് വരികയാണ്. ഓടനെ കാണേണ്ട താമസം അവരെല്ലാവരും ജീവനം കൊണ്ട് ഓടും. ഓടൻ അങ്ങനെ ടേൺ ചെയ്ത് അവരോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അവൾ ഓക്കെ ആണെന്ന് പറയേണ്ട താമസം അവൻ കൺട്രോൾ പോയി താഴേക്ക് വീഴുന്നതോട് കൂടെ
ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.